കണ്ട അന്ന് മുതൽ നീ എന്റെ സ്വന്തം മോളാണ്. മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഞാൻ ഇറങ്ങും. എനിക്കറിയാം മാഡം, അമ്മയായിട്ട് തന്നെയാ ഞാൻ കാണുന്നത്. പിന്നെ എന്താ എന്റെ കുട്ടിയുടെ സങ്കടം? ഒന്നുമില്ല. പ്രതീക്ഷിക്കാതെ പലതും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ തേടി വരുമ്പോ ഒരു ഭയം പോലെ. എന്തിനെ കുറിച്ചാ ഈ പറയുന്നേ? ഒന്നുമില്ല മാഡം, കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയപ്പോ പറഞ്ഞു പോയതാ. ഞാനിന്ന് ഇറങ്ങാം. മോളെ, ഇനി മോള് നടന്നു പോവാൻ നിൽക്കണ്ട. ഡ്രൈവറെ കൊണ്ടുപോയി വിടും. അതൊന്നും വേണ്ട മാഡം. അമ്മയുടെ വണ്ടി മകളുടെയും കൂടെയാ. അപ്പോ അവകാശമാണ്, കേട്ടല്ലോ. സ്വന്തം മാനസികാവസ്ഥ മാത്രം ചിന്തിക്കരുത്, മറ്റുള്ളവർക്കുണ്ട് ഇതൊക്കെ. എടോ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പറ്റിയേ? എന്നോട് വല്ല ദേഷ്യമുണ്ടോ തനിക്ക്? എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ല. അത് ഇനി എന്റെ കുഴപ്പം. ഏയ് ഏയ് കാര്യങ്ങൾ കുറച്ച് ഗൗരവമാണല്ലോ. ഒരാളെ അബദ്ധത്തിൽ താലി ചാർത്തുക, മറ്റൊരാളുമായി ജീവിക്കേണ്ടി വരിക. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് താലി കെട്ടിയ പെണ്ണിനോടാണ് അവൻ യഥാർത്ഥ സ്നേഹം. അതെ. പക്ഷെ ആ ഇഷ്ടത്തിൽ നിന്ന് അവനെ മാറ്റണം. കൂടെ ജീവിക്കുന്ന പ്രിയങ്ക എന്ന പേരക്കുട്ടിയോട് അവൻ ഇഷ്ടം തോന്നണം. മനുഷ്യരുടെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. പിടിച്ചു നിർത്താൻ എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. ഇത് മന്ത്രജപം കൊണ്ട് ശക്തിയാർജിച്ച കുങ്കുമമാണ്. അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അതിരാവിലെ കുളിച്ച് ശുദ്ധം ചെയ്ത് അവൾ അയാളുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കണം. എന്നിട്ടിത് അവൾ സ്വന്തം നെറ്റിയിലും ചാർത്തണം. ഇതിന്റെ ഫലസിദ്ധി അനുസരിച്ച് അവൻ അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും മാറാനേ തോന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാനുള്ള സകല സംയോഗങ്ങളും അവർ തമ്മിൽ നടക്കും. മറ്റെല്ലാം മറന്ന് ഈ കുറിയണിയുന്നവർ തമ്മിൽ അടുത്തിരിക്കും. ഉറപ്പല്ലേ തിരുമേനി? മന്ത്രങ്ങൾക്ക് പിഴവില്ല, ശക്തിയെക്കുറിച്ച് ചോദ്യങ്ങളുമില്ല. ഒരു കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു, ഒന്നിച്ച് ജീവിക്കേണ്ടവർ അവരാരാണോ അവർ രണ്ടുപേരും നെറ്റിയിൽ ഈ കുറി അണിയുക. ഒരേ ദിവസം ഒരേ സമയം തന്നെ അത് നടക്കണം.
ഫലം കണ്ടതിന് ശേഷം നമ്മെ വന്ന് കണ്ട് വിവരം അറിയിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നാം അപ്പൊ പറഞ്ഞുതരാം. മതി തിരുമേനി. പരമസ്വാധികനായ ദേവനാരായണൻ തിരുമേനിയുടെ അമ്മ എന്നെ തേടി വരുന്നത് തന്നെ വിചിന്തമാണ്. കൂടെ ഒരു പ്രതിഫലത്തിന്റെ ആവശ്യമുണ്ടോ? ദേവനാരായണന്റെ പ്രാർത്ഥനയില് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ തിരുമേനിയെ തേടി വന്നത്. തിരുമേനി എല്ലാം ഒന്ന് ഗൗരവത്തിലെടുക്കണം. ആയിക്കോട്ടെ, എങ്കിലെഴുന്നേറ്റോ. മോളെ പ്രിയങ്കേ, നീ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ അല്ലേ? മുത്തശ്ശി ഇപ്പൊ ആ മാർക്കറ്റ് റോഡിന്റെ അടുത്തേക്ക് വരാം. മോള് മുത്തശ്ശിയുടെ അടുത്തേക്കൊന്നും വരുമോ? അതൊക്കെ വന്നിട്ട് പറയാം. ഇത് കൃത്യമായിട്ട് നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ വേഗം വരണേ.